ഗൈസ്, അപ്പം നമ്മുടെ സീരിയലിൻ്റെ സെക്കൻഡ് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയാണ് സ്റ്റേ വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ഗസ്റ്റ് ഹൗസിലാണ്. മുമ്പ് നമ്മൾ ഹോട്ടലിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ ആയിരിക്കും നമുക്ക് സ്റ്റേ ഉണ്ടാവുന്നത്. വണ്ടി താഴെ വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ നല്ല ഹെഡേക്ക് ആയിരുന്നു കേട്ടോ. ലൊക്കേഷനിലെത്തി ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്തു, മേക്കപ്പ് ചെയ്തു. അപ്പോൾ ഈ കട്ടൻ ചായയിൽ ഉപ്പിട്ട് കുടിച്ച് കഴിഞ്ഞാൽ തലവേദന മാറും, മൈഗ്രെയിൻ മാറും എന്നൊക്കെ ആരോ പറഞ്ഞിരുന്നു. അത് കേട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നീട് നമ്മളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പൂജയാണ്. ആക്ച്വലി ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ 2 ഡേയ്സ് മുൻപേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രൊമോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡയറക്ടർ സാറല്ല, ഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ സാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ 23rd 24th നമുക്ക് പ്രൊമോ ഷൂട്ടാണ്. പിന്നെ 25th നമുക്ക് ഫോട്ടോ ഷൂട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നോർമൽ ഷൂട്ട് ഡേ അല്ല നമുക്ക് വരുന്നത്. ഉച്ചയായപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വെളിയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ആ ലൊക്കേഷനിലെ വീടിൻ്റെ അവിടെയാണ്, ആ ഒരു സൈഡിലൊരു തോടുണ്ട്, വള്ളമുണ്ട്. അപ്പോൾ അവിടെ മാങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര മാങ്ങ കൊതിയത്തിയാണെന്ന്. കണ്ടോ, വെള്ളമൊക്കെ ഉണ്ട്, സൈഡിൽ കൂടെ ഒരു തോടൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആ ഒരു വീട്ടിൽ ഒരുപാട് മരങ്ങളുണ്ട്. ഈ ഒരു ഫ്രൂട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കോസ്റ്റ്യൂംസൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണെന്ന്. അപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കോസ്റ്റ്യൂം തന്നിട്ടുള്ളൊരു പേജാണ് i3 Atters എന്ന് പറയുന്നൊരു പേജ്. അപ്പോൾ പേജ് ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ അവർക്ക് ലെഗിൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പേജ് ചെക്ക് ചെയ്ത് നോക്കൂ. ഒരുപാട് അടിപൊളി കളക്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഷൂട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പോൾ പ്രൊമോ ഷൂട്ടായ കാരണം വലിയൊരു ഹെക്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്നത്തെ ദിവസം എനിക്കധികം ഷൂട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രൊമോ ആയ കാരണമാണ് എനിക്ക് ഇത്രയും സമയം കിട്ടുന്നത്. അല്ലെച്ചെങ്കിൽ എനിക്ക് ഫുൾ ടൈം എനിക്ക് ഷൂട്ട് ഉണ്ടാവും. ഈ ഒരു ടംബ്ലർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ കോസ്റ്റ്യൂം ചേച്ചിയാണ്. പിന്നെ ടംബ്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു 10 മണിക്കൂർ നമുക്ക് തണുപ്പ് നിൽക്കും. അതേപോലെ തന്നെ 8 മണിക്കൂർ ചൂട് നിൽക്കുന്നതാണ് പറയുന്നത്. തണുപ്പ് നിൽക്കുന്നുണ്ട്, ചൂട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ സീരിയലിൻ്റെ അവസാനം പേരിട്ടു. പെയ്തൊഴിയാതെ എന്നാണ് നമ്മുടെ സീരിയലിൻ്റെ നെയിം. കെ രാജീവ് സാറിൻ്റെ ഒരു ഹിറ്റ് സീരിയൽ സൂര്യയിൽ തന്നെ മുമ്പുണ്ടായിരുന്നു. ആ ഒരു സെയിം സീരിയൽ നെയിം തന്നെയാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇടുന്നത്. ഞാൻ പഴയ വീഡിയോ പറയുന്ന പോലെ ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് ഫെബ്രുവരിയിലായിരുന്നു കഴിഞ്ഞ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏപ്രിൽ മന്തായി. ബട്ട് നമുക്ക് ആ ഒരു ഔട്ട് പോകുന്നതനുസരിച്ചിട്ടാണ് എനിക്കിതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊമോ ഷൂട്ട് ആയ കാരണം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഷൂട്ട് കഴിഞ്ഞായിരുന്നു. തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഫുള്ളും പച്ചപ്പ് നിറഞ്ഞ വയലായിരുന്നു, ഇപ്പോൾ വെള്ളമായി.